ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അന്തരീക്ഷ മർദ്ദത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു കീ ഏരിയയാണ് ഇത്. വരാൻ പോകുന്ന PSC പരീക്ഷകളിൽ ചോദിക്കാവുന്ന ഒരു ഏരിയയാണ്. ഞാൻ ഒരു നല്ല ഷുവർ ഷോട്ട് ഏരിയ എന്ന് തന്നെ പറയാം. അന്തരീക്ഷ മർദ്ദം, കാറ്റ്, ഇതാണ് ടോപ്പിക്ക്. ഇതിൽ വരുന്ന കാര്യങ്ങൾ ഒന്ന് അന്തരീക്ഷ മർദ്ദത്തെ കുറിച്ച് പഠിക്കും, പിന്നെ കാറ്റുകളുടെ തുടക്കത്തെ കുറിച്ച് പഠിക്കും, ലോകത്തുള്ള കാറ്റുകൾ, അതിൽ വരുന്ന കോറിയോലിസ് പ്രഭാവം. ഇത് ഷുവർ ഷോട്ടാണ്. എപ്പോഴും ഒരു സീരീസ് ഓഫ് എക്സാം നടന്നാൽ അതിലൊരു ചോദ്യം കോറിയോലിസ് പ്രഭാവം ആയിരിക്കും. പിന്നെ ആഗോളവാദങ്ങൾ, വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ, കാലികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ. ഇത്രയാകുമ്പോൾ കാറ്റ് തീരും. ഈ ഒരു പാർട്ടിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അധികം ആരും എഴുതാത്ത ഒരു പാർട്ടാണ്. എന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ടോപ്പിക്കൊന്നുമില്ല. നമ്മൾ ഹിസ്റ്ററി ഒക്കെ കിടന്ന് പഠിക്കണ അത്രയൊന്നുമില്ല. അപ്പൊ അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അത് പഠിച്ചിരിക്കണം, കൺഫേം ഏരിയയാണ്. ഓക്കെ, അപ്പൊ അതിൽ അന്തരീക്ഷ മർദ്ദത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ടോപ്പിക്ക് ഞാൻ മൊത്തം എടുക്കുന്ന ക്ലാസ് ആയിരിക്കും. ചിലപ്പോൾ ലെങ്തി ക്ലാസ് ആയിരിക്കും. കേട്ടിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഞാൻ അതനുസരിച്ച് ക്ലാസ്സിന് മാറ്റം വരുത്താം. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ലാസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഉദ്യോഗാർത്ഥിയുടെ ഒരൊറ്റ ഉദ്യോഗാർത്ഥി എനിക്ക് മെസ്സേജ് അയച്ചതിന്റെ കാര്യത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അഡ്മിനാണ് മെസ്സേജ് അയച്ചത്. അതായത് സാറേ ഒന്ന് ഈ മിക്സ് ചെയ്തെടുക്കുന്നതിന് പകരം ഒരു ഉറപ്പായ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കൂ എന്ന് ചോദിച്ചു. ഓക്കെ, ചെയ്യാം. ഓക്കെ, എല്ലാ പ്രതികരണങ്ങളും നമ്മൾ സ്വീകരിക്കും. എന്താണ് അന്തരീക്ഷ മർദ്ദം? അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭൂമി, എർത്തിന്റെ മുകളിലോട്ട് അന്തരീക്ഷത്തിന്റെ ഒരു അതിർവരമ്പുണ്ട്. അതുവരെയുള്ള ഈ മൊത്തത്തിലുള്ള വായു, അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. എർത്തിന്റെ മുകളിൽ അന്തരീക്ഷത്തിന് ഒരു അതിർവരമ്പുണ്ട്. അത്രയും ഭാഗത്ത് അന്തരീക്ഷ വായു ഉണ്ട്. മുകളിലോട്ട് പോകുമ്പോൾ വായുവിന്റെ അളവ് കുറഞ്ഞിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ അങ്ങോട്ട് പഠിക്കും. അപ്പൊ ഇവിടെ ഈ എർത്തിലെ ചേർന്ന് കിടക്കുന്ന ഭാഗത്തായിരിക്കും കൂടുതൽ വായു ഉള്ളത്. ഓക്കെ, അപ്പൊ മുകളിലോട്ട് പോകുമ്പോൾ കുറഞ്ഞ് പിന്നെ ഈ വായു ഇല്ലാതെ ശൂന്യാകാശം എന്ന് പറയുന്ന ഏരിയ എത്തും. അപ്പൊ അതിന് മുമ്പ് ഈ അന്തരീക്ഷത്തിന്റെ വായു ഉള്ള സൈഡ് തൊട്ട് താഴെ ഭാഗം വരെയുള്ള ഈ അന്തരീക്ഷത്തിലുള്ള മൊത്ത വായുവും കൂടെ ചെലുത്തുന്ന, ഭൂമിയിലോട്ട് ഗുരുത്വാകർഷണം മൂലം ചെലുത്തുന്ന ഭാരത്തെയാണ് ഈ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. ഇനി ഈ ഭൗമോപരിതലത്തിന്റെ ബേസിക് ഭാഗം, താഴെ ഭാഗത്ത് ഉള്ള വായു ഗുരുത്വാകർഷണം കാരണം അതിന് സാന്ദ്രത കൂടുതലായിരിക്കും. വായുവിന്റെ അളവ് കൂടുതലായിരിക്കും. സോ ഭാരം അവിടെ കൂടുതലായിരിക്കും. അതുപോലെ സാന്ദ്രതയും കൂടുതലായിരിക്കും. അതുകൊണ്ട് അവിടെ പ്രഷർ, മർദ്ദം കൂടുതലായിരിക്കും. അവിടെയാണ് മർദ്ദം കൂടുതൽ. കാരണം വായുവിന്റെ അളവ് അല്ലെങ്കിൽ അത് അനുപാതികമായിട്ട് വരുന്ന വായുവിന്റെ സാന്ദ്രതയ്ക്ക് അനുപാതമായിരിക്കും. സാന്ദ്രത കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കൂടും, മർദ്ദം കൂടും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ വായുവിന്റെ സാന്ദ്രത കൂടുതലായതുകൊണ്ട്, എന്തുകൊണ്ട് കൂടുന്നത്? അവിടെ ഗുരുത്വാകർഷണം ഉള്ളതുകൊണ്ട് വായുവിന്റെ ഭാരം കൂടുതലായിരിക്കും. അതുപോലെ സാന്ദ്രത കൂടുതലായിരിക്കും, അളവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്താണ്? പ്രഷറും കൂടുതലായിരിക്കും. ഓക്കെ, മുകളിലോട്ട് പോകുമ്പോൾ പ്രഷർ കുറഞ്ഞു വരും. അവിടെ നമ്മൾ പഠിക്കുന്നത് വായുവിന്റെ ഈ ഒരു പ്രഷറിനെ, അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ ഏതൊക്കെയാ പഠിക്കണം. സ്കൂൾ ടെസ്റ്റ്: താപം, ഉയരം, ആർദ്രത. എന്താണ് ആർദ്രത? താപം നമുക്കറിയാം, ചൂട് അല്ലെ. ഇനി ഉയരം നമുക്കറിയാം, ഹൈറ്റ്. ഞാൻ പറഞ്ഞു മുകളിലോട്ട് പോകുന്തോറും കുറഞ്ഞു വരുന്നു. ഇനി ആർദ്രത എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള ഈ ജലബാഷ്പത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന ഒരു ഏകകമാണ് ആർദ്രത എന്ന് പറയുന്ന ടേം. ഓക്കെ, അപ്പൊ ഈ ആർദ്രത, താപം, ഉയരം, ഇതിനൊക്കെ ഓപ്പോസിറ്റ് ആയിരിക്കും മർദ്ദം. ഈ പറയുന്ന 3 കാര്യങ്ങൾ കൂടിക്കഴിഞ്ഞാൽ മർദ്ദം കൂടും. ഈ പറയുന്ന 3 കാര്യങ്ങൾ കൂടിക്കഴിഞ്ഞാൽ മർദ്ദം കുറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദം കൂടും. ഈ 3 കാര്യത്തിന് ഓപ്പോസിറ്റ് ആണ് മർദ്ദം. അതിനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ വിപരീത അനുപാതം എന്ന് പറയും. അവിടെ പഠിക്കേണ്ട ഒരു കീ ഫാക്ട്, SCRT ഫാക്ട്, സ്കൂൾ ടെസ്റ്റ് ഫാക്ട്. ഓരോ ഭൗമോപരിതലത്തിന്റെ ഏറ്റവും അടിയിലത്തെ കാര്യമാണ് പറയുന്നത്. അതായത് തുടക്കം, ഉപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ തുടക്കത്തെ കാര്യമാണ് പറയുന്നത്. ഓരോ 10 മീറ്റർ, വെരി ഇമ്പോർട്ടന്റ് ആണ്, ഓരോ 10 മീറ്റർ ഉയരത്തിലോട്ട് പോകുന്തോറും 1 മില്ലി ബാർ മർദ്ദം വീതം കുറയും. ഇവിടെ നിന്ന് 10 മീറ്റർ മുകളിലോട്ട് പോകുമ്പോൾ 1 മില്ലി ബാർ മർദ്ദം കുറയും. അതാണ് ഈ ഉയരവും താപവും മർദ്ദവും തമ്മിലുള്ള ഒരു കണക്ക്. വായുവിന്റെ അളവ് കുറയുന്നതനുസരിച്ച് മർദ്ദം കുറയുന്നു. അളവ് കൂടുന്നതനുസരിച്ച് ഡെൻസിറ്റി കൂടും, അപ്പൊ മർദ്ദം കൂടുന്നു. താപം, ഉയരം, ആർദ്രത ഇവ കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. കാരണം ഈ 3 കാര്യത്തിനും ഓപ്പോസിറ്റ് ആണ് മർദ്ദം. ബേസിക് കാര്യങ്ങൾ.
ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റ് പ്രവഹിക്കും. വായു ഇവിടെ ഭയങ്കരമായ, ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ഭയങ്കരമായ മർദ്ദമുണ്ടെങ്കിൽ വായു ഇവിടെ നിന്ന് കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലത്തോട്ട് പോകും. അതിനെയാണ് കാറ്റ് എന്ന രീതിയിൽ പറയുന്നത്. ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാറ്റടിക്കും. ഓക്കെ, ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്ക്, അതായത് ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലോട്ടായിരിക്കും വായുവിന്റെ സഞ്ചാരം എപ്പോഴും. ഇനി ഈ മർദ്ദം അളക്കുന്ന മീറ്ററാണ്, ഉപകരണമാണ് ബാരോമീറ്റർ. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറസെല്ലിയാണ്. ടോറസെല്ലി ഒരു ഇറ്റലിക്കാരനാണ്. പഴയ PYQ 2010 സമയത്തൊക്കെ ഉള്ള PYQ. ഇതൊന്നും ഇപ്പൊ ചോദിക്കാറില്ല, എങ്കിലും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഒരു കുശലം തോന്നി PSC ചോദിക്കാം. ഈ അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ബാരോമീറ്റർ ഏതൊക്കെ ടൈപ്പാണ് പഠിക്കണം. ഒന്ന്, മെർക്കുറിക് അല്ലെങ്കിൽ രസ ബാരോമീറ്റർ. മെർക്കുറിക് ബാരോമീറ്ററിന്റെ മറ്റൊരു പേരാണ് രസ ബാരോമീറ്റർ. രസം എന്ന് പറഞ്ഞ മെർക്കുറി. അനറോയിഡ് ബാരോമീറ്റർ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദ്രാവകം ഇല്ലാത്ത, അകത്ത് ഫ്ലൂയിഡ് ഇല്ലാത്ത ബാരോമീറ്റർ ആണ് അനറോയിഡ് ബാരോമീറ്റർ. ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ ടോറസെല്ലി കണ്ടുപിടിച്ചു, ഇറ്റലിക്കാരനാണ്. 2 ടൈപ്പ് ഉണ്ട്, രസ ബാരോമീറ്റർ അല്ലെങ്കിൽ മെർക്കുറിക് ബാരോമീറ്റർ. ഇനി ഈ രസം, അതായത് ഫ്ലൂയിഡ് ഉള്ളിൽ ഇല്ലാത്ത, ദ്രാവകമില്ലാത്ത ബാരോമീറ്ററിനെ പറയുന്ന പേരാണ് അനറോയിഡ് ബാരോമീറ്റർ. അനറോയിഡ് ബാരോമീറ്റർ. ഇത് അളക്കുന്ന ഏകകം നമ്മൾ നേരത്തെ പറഞ്ഞു, 10 മീറ്റർ മുകളിലോട്ട് പോകുമ്പോൾ 1 മില്ലി ബാർ കുറയും. 1 മില്ലി ബാർ അല്ലെങ്കിൽ അതേപോലെ ഹെക്ടോ പാസ്കൽ, HPA എന്ന് പറയും. ഇത് രണ്ടുമാണ് ഏകകം. 1 മില്ലി ബാർ എന്ന് പറഞ്ഞാൽ 1 HPAക്ക് ഈക്വൽ ആണ്. അപ്പൊ 2 ഏകം കൊണ്ട്, 1 മില്ലി ബാറിൽ അളക്കാം അല്ലെങ്കിൽ HPAയിൽ അളക്കാം. 2 സെയിം തന്നെ. 1 മില്ലി ബാറും 1 HPAയും സെയിം ആണ്. 2 യൂണിറ്റ് എന്നേ ഉള്ളൂ. 2 യൂണിറ്റും പ്രഷറിന്റെ യൂണിറ്റ് തന്നെ. ഇനി ബാരോഗ്രാഫ് എന്താണ്? ബാരോഗ്രാഫ് എന്ന് പറഞ്ഞാൽ കുറെ കാലമായിട്ട്, ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ വർഷം മൊത്തം വീശിയ വായുവിന്റെ ആ ഒരു പ്രഷർ വ്യത്യാസം അളക്കുന്ന, എന്താണ്, തനിയെ തന്നെ സ്വമേധയാ അളന്ന് സൂക്ഷിക്കുന്ന ഗ്രാഫാണ് ബാരോഗ്രാഫ്. ഓക്കെ, ഇനി പെട്ടെന്ന് ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, നേരിയ വ്യത്യാസം, വായുവിൽ ഉണ്ടാകുന്ന നേരിയ വ്യത്യാസങ്ങൾ ചിത്രീകരിക്കുന്ന ഗ്രാഫാണ് മൈക്രോ ബാരോ വേരിയോഗ്രാഫ്. ബാരോഗ്രാഫ് എന്ന് പറഞ്ഞാൽ കുറെ നാളത്തേക്കുള്ള എല്ലാ വായുവിന്റെ മർദ്ദ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. മൈക്രോ ബാരോ വേരിയോഗ്രാഫ്, അതിന്റെ പ്രത്യേകത മൈക്രോ വളരെ കുറഞ്ഞ അളവിൽ, ബാരോ വേരിയോ അതായത് വേരിയേഷൻ, കുറഞ്ഞ അളവിലുള്ള വേരിയേഷൻസ് കാണിക്കുന്ന, പെട്ടെന്നുള്ള വേരിയേഷൻസ് കാണിക്കുന്ന ഗ്രാഫാണ് മൈക്രോ ബാരോ വേരിയോഗ്രാഫ്. ഓക്കെ, അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത കാര്യത്തിലോട്ട് പോകുന്നു. കാലാവസ്ഥാ പ്രവചനം PYQ ആണ്. അടുത്തടം ചോദിച്ചു, കാലാവസ്ഥാ പ്രവചനത്തിന് ഉപയോഗിക്കുന്ന ബാരോമീറ്റർ എന്ന് വെച്ചാൽ മെർക്കുറിക് ബാരോമീറ്റർ അല്ലെങ്കിൽ രസ ബാരോമീറ്റർ. ഈ ബാരോമീറ്ററിൽ എപ്പോഴും ദ്രാവകത്തിന്റെ അളവ് 76 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് മോഡറേറ്റ് അവസ്ഥ. ഈ 76 സെന്റിമീറ്ററിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് പ്രസന്നമായ കാലാവസ്ഥ. PYQ ആണ്. പ്രസന്നമായ കാലാവസ്ഥയാണെങ്കിൽ 76 സെന്റിമീറ്ററിൽ നിന്ന് മുകളിലോട്ട് ഉയർന്നു നിൽക്കും ദ്രാവകത്തിന്റെ അളവ്. ഇനി 76 സെന്റിമീറ്ററിൽ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്. അതിനെയാണ് കൊടുങ്കാറ്റ് എന്ന് പറയുന്നത്. കൊടുങ്കാറ്റ് ഉണ്ടാവുന്ന അവസ്ഥയിലാണ് ഈ 76 സെന്റിമീറ്റർ താഴെ പോകുന്നത്. അപ്പൊ ഈ മെർക്കുറിക് ബാരോമീറ്റർ വെച്ച് എങ്ങനെ കാലാവസ്ഥാ പ്രവചനം നടത്തും? അവർക്കറിയാം ആ ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 76 സെന്റിമീറ്റർ ആണ്. പെട്ടെന്ന് 76 നേരെ താഴോട്ട് പോവുകയാണ്. അപ്പൊ ഉടനെ കൊടുങ്കാറ്റ് വരുന്നു എന്നാണ് അർത്ഥം. അത് വെച്ച് കാലാവസ്ഥാ പ്രവചനം നടത്താൻ പറ്റും. ഈ 76 മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ അടുത്തൊന്നും കൊടുങ്കാറ്റോ പ്രക്ഷോഭമൊന്നും ഉണ്ടാവില്ല. പ്രസന്നമായ കാലാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ 2 പോയിന്റ് സ്കൂൾ ടെസ്റ്റ് ആണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം അളവ് അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം 1034 G/cm² ആയിരിക്കും. അതേപോലെ സമുദ്ര ഉപരിതലത്തിൽ അനുഭവപ്പെടുന്നത് കുറച്ച് കുറവായിരിക്കും, 1013.2 G/cm² ആയിരിക്കും അവിടുത്തെ അന്തരീക്ഷ മർദ്ദം. ഭൂമിയുടെ ഉപരിതലത്തിൽ 1034, സമുദ്രത്തിൽ 1013, അത്ര പഠിച്ചാലും മതി. 0.2 കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. ഓക്കെ, അടുത്തത് കുഴപ്പിക്കണമെങ്കിൽ 1013, 1034, 1013.2, 1034.2 ഓപ്ഷനിൽ തരാം. മനസ്സിലായോ? അടുത്ത താപം എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നോക്കുക, ഇവിടെ ചൂട് ഏറ്റുകൊണ്ടിരിക്കുകയാണ്, നല്ല അതിശക്തമായ ചൂട് ഏറ്റുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവിടെ ഉള്ള വായു, ഇവിടെ ഈ ഒരു ഭാഗത്തൊന്ന് വിചാരിക്കാം, വായു എന്ത് ചെയ്യുന്നു? ചൂടേറ്റ് വികസിക്കും. വായുവിന്റെ ഭാരമൊന്നും കൂടത്തില്ല, ചൂടേറ്റ് വികസിക്കുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ അതിന്റെ ഡെൻസിറ്റി കുറയും, സാന്ദ്രത കുറയും. സാന്ദ്രത ഇക്വേഷൻ അറിയാമോ? മാസ് ബൈ വോളിയമാണ്.
ഇവിടെ വികസിക്കും എന്ന് പറയുമ്പോൾ വ്യാപ്തം കൂടും. വ്യാപ്തം കൂടുമ്പോഴത്തേക്ക് മൊത്തത്തിലുള്ള വാല്യൂ കുറയും. കാരണം വ്യാപ്തം അടിയിലാണ് കിടക്കുന്നത്. ഹൈ ലെവൽ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. അല്ല, അതൊരു കുഴപ്പമില്ല. ഞാൻ അങ്ങനെ കൂട്ടി പറയുന്നതല്ല. ഈ കാര്യം അറിഞ്ഞില്ലെങ്കിലും ഇവിടെ മാർക്ക് കയറാൻ പറ്റും. ചൂട് കൂടുന്നു, വായു വികസിക്കുന്നു, അപ്പം വ്യാപ്തം കുറയുന്നു. വ്യാപ്തം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്ന സംഭവം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞ് പ്രഷർ കുറയും. ഇപ്പൊ ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കുറയും, ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കൂടും. അപ്പൊ ഇവിടെ ചൂടേറ്റ് വായു വികസിച്ച് വ്യാപ്തം കുറയുമ്പം ഡെൻസിറ്റി കുറയുന്നതുകൊണ്ട് പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞുകൊണ്ട് നേരെ വായു മുകളിലേക്ക് പൊങ്ങാൻ തുടങ്ങും. മുകളിലേക്ക് പൊങ്ങി ഇവിടെ എത്തി വീണ്ടും ഇത് ഇങ്ങോട്ട് പോയി ഈ ഒരു വേറൊരു ഭാഗത്തെത്തി തണുക്കും. തണുത്തതിന് ശേഷം ഇത് താഴോട്ട് പോകും. തണുക്കുമ്പോൾ താഴോട്ട് പോകും. ഇവിടെ പ്രഷർ കൂടും. ഇവിടെ പ്രഷറിലാണ് നിന്നത്. അവിടെ ചൂട് കൂടിയപ്പോൾ വായു വികസിച്ചു, സാന്ദ്രത കുറഞ്ഞു. സാന്ദ്രത കുറഞ്ഞാൽ പ്രഷറും കുറയും. പ്രഷർ കുറയുമ്പോൾ വായു നേരെ മുകളിലോട്ട് പൊങ്ങും. മുകളിലോട്ട് പൊങ്ങി അത് അപ്പുറത്തെ ഭാഗത്തോട്ട് എത്തുമ്പോഴത്തേക്ക് അത് തണുക്കും. ചൂട് ഇല്ലാത്ത പ്രദേശത്ത് നിന്ന് തണുക്കും. തണുക്കുമ്പോൾ അത് താഴോട്ട് പോകും. താഴോട്ട് ചെന്നതിന് ശേഷം അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഹൈ പ്രഷർ സംഭവിക്കും. അതായത് വായു താഴെ ചെല്ലുമ്പോഴത്തേക്ക് നോർമലി ഡെൻസിറ്റി കൂടും, അവിടെ പ്രഷർ കൂടും, ഹൈ പ്രഷർ ആവും. അപ്പൊ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറായി വീണ്ടും ഹൈ പ്രഷർ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് പറയുന്നത്. ഇനി എന്താണ് ഈ ലോ പ്രഷറും ഹൈ പ്രഷറും? ലോ പ്രഷർ ഏരിയ എന്ന് പറഞ്ഞാൽ ന്യൂനമർദ്ദ ഏരിയ, ഹൈ പ്രഷർ ഏരിയ എന്ന് പറഞ്ഞാൽ ഉച്ചമർദ്ദ ഏരിയ. ഉച്ചമർദ്ദത്തിൽ നിന്ന് എപ്പോഴും ലോ പ്രഷറിലോട്ടായിരിക്കും എപ്പോഴും പോകുന്നത്. ഇവിടെ ആദ്യം ഉച്ചമർദ്ദം വരുന്നു, പിന്നെ അത് മാറിപ്പോയി ലോ പ്രഷറായി, പിന്നെ വീണ്ടും ഹൈ പ്രഷറായി. ഇവിടെ നിന്ന് വീണ്ടും അത് മാറിപ്പോകും. ഓക്കെ, അവിടെ കൺഫ്യൂഷൻ വേണ്ട. ഉച്ചമർദ്ദത്തിൽ നിന്ന് എപ്പോഴും ന്യൂനമർദ്ദത്തിലോട്ട് പോകും. ഇനി അത് രണ്ടും എന്താണെന്ന് പഠിക്കണം. അത് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഐസോബാർ അല്ലെങ്കിൽ സമമർദ്ദ രേഖകൾ എന്ന് പഠിക്കണം. ഐസോബാർ എന്ന് പറഞ്ഞാൽ തുല്യമർദ്ദ അനുഭവപ്പെടുന്ന രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയെയാണ് ഐസോബാർ അല്ലെങ്കിൽ സമമർദ്ദ രേഖ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞ ആദ്യം നമുക്ക് ഉച്ചമർദ്ദം പറയാം. ഹൈ പ്രഷർ ഏരിയ. ഉച്ചമർദ്ദം എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ ഏരിയ. അവിടെ പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ അവിടെ ഈ പ്രഷർ ഉള്ളതിന്റെ നടുക്കത്തെ ബിന്ദുവിൽ ഭയങ്കര പ്രഷർ ആയിരിക്കും. അതിനെ ചുറ്റി കുറെ സമമർദ്ദ രേഖകൾ ഉണ്ടായിരിക്കും. ഈ സമമർദ്ദ രേഖകളുടെ ഏറ്റവും നടുക്ക് എപ്പോഴും ഹൈ പ്രഷർ ആയിരിക്കും. പ്രഷർ കൂടുതലായിരിക്കും, മർദ്ദം കൂടുതലായിരിക്കും. ആ ഏരിയയാണ് ഉച്ചമർദ്ദം അല്ലെങ്കിൽ ഹൈ പ്രഷർ ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ ന്യൂനമർദ്ദമാകുമ്പോൾ നടുക്ക് എപ്പോഴും എത്രയായിരിക്കും? പ്രഷർ കുറവായിരിക്കും. അതിന് ചുറ്റാകെ കുറെ വളയം പോലെ എന്തായിരിക്കും? സമമർദ്ദ രേഖകളായിരിക്കും. ഇപ്പൊ ന്യൂനമർദ്ദമാണെങ്കിൽ അകത്ത് ഏറ്റവും സെൻട്രൽ പോയിന്റിൽ മർദ്ദം കുറവായിരിക്കും. ഹൈ പ്രഷർ ആണെങ്കിൽ അതിന്റെ സെൻട്രൽ പോയിന്റിൽ മർദ്ദം കൂടുതലായിരിക്കും. ചുറ്റാകെ എപ്പോഴും എന്ത് തന്നെ? സമമർദ്ദ രേഖകളായിരിക്കും. നല്ല പോയിന്റ് ആണ്, പഠിച്ചോണം. ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് പഠിക്കാനുള്ള സിറ്റുവേഷൻ ആഗോള മർദ്ദ മേഖലകളാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് നമുക്ക് പഠിക്കാം. ഇത് ഇത്രയും ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതിലോട്ട് പോകുന്നു. ഇതൊരു കിടക്കാച്ച ടോപ്പിക്കാണ്. ആഗോള മർദ്ദ മേഖലകൾ. അതായത് പഠിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ആഗോള മർദ്ദ മേഖലകൾ എന്ന് പഠിക്കണം. അതായത് സെയിം ആയിട്ടുള്ള ഒരേ മർദ്ദം അനുഭവപ്പെടുന്ന അക്ഷാംശ രേഖകളുള്ള മേഖലകളെയാണ് ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്. ഒരേ മർദ്ദം ചെലുത്തുന്ന അക്ഷാംശ രേഖകളുള്ള ഭാഗം, അതാണ് ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്. എന്താണ് അക്ഷാംശം, എന്താണ് രേഖാംശം പഠിക്കണം. അക്ഷാംശം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഇങ്ങനെ സമാന്തരമായിട്ട്, ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ ഏറ്റവും നടുക്കൂടെ പോകുന്ന രേഖ, അതിന് സമാന്തരമായിട്ട് വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. രേഖാംശം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറുകെ ഇങ്ങനെ വരയ്ക്കുന്നതാണ് രേഖാംശ രേഖകൾ. അപ്പൊ ഈ അക്ഷാംശ രേഖകളിൽ ഒരേ മർദ്ദം വരുന്ന മേഖലകളാണ് ആഗോള മർദ്ദ മേഖലകൾ. ഇതിന് തരംതിരിവുണ്ട്, പഠിക്കുക എളുപ്പമാണ്. ഏറ്റവും എൻഡിലുള്ള രണ്ട് പ്രദേശമുണ്ട്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സൗത്ത് അല്ലെങ്കിൽ തെക്ക്, ഇത് നോർത്ത് അല്ലെങ്കിൽ വടക്ക്. ഇത് 90 ഡിഗ്രിയാണ്. അതേപോലെ ഇതും 90 ഡിഗ്രിയാണ്. ഇത് 60 ഡിഗ്രിയാണ്. അടുത്ത 30 ഡിഗ്രി, വീണ്ടും 0, പിന്നെ 30, പിന്നെ 60. ഇവിടെ സൗത്താണ്, ഇങ്ങോട്ട് സൗത്താണ്, ഇത് നോർത്താണ്. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചോ. ഫസ്റ്റ് എൻഡിൽ എപ്പോഴും ധ്രുവീയ മേഖല എന്നറിയപ്പെടുന്നു. ധ്രുവീയ മേഖല എന്നറിയപ്പെടുന്നത് എൻഡാണ്. ഈ താഴെ മുകളിലുള്ളത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയാണ്. ആദ്യം വരുന്നത് ഉച്ചമർദ്ദ മേഖലയാണ്, അടുത്ത വരുന്നത് ന്യൂനമർദ്ദ മേഖലയാണ്, അടുത്ത വരുന്നത് ഉച്ചമർദ്ദ മേഖലയാണ്, അടുത്ത വരുന്നത് ന്യൂനമർദ്ദ മേഖലയാണ്. ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ഏറ്റവും മുകളിൽ 90 ഡിഗ്രി വടക്ക്, അത് ധ്രുവപ്രദേശമാണ്. അതുകൊണ്ട് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ആദ്യം വരുന്നത് ഉച്ചമർദ്ദമാണ്. ശേഷം അടുത്ത വരുന്നത് ഉപധ്രുവീയ മേഖല. അപ്പൊ ഇവിടെ ഉച്ചമർദ്ദം ആയതുകൊണ്ട് താഴെ ന്യൂനമർദ്ദം. ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി നോർത്ത് അല്ലെങ്കിൽ വടക്ക്.
അടുത്ത വരുന്നത് 30 ഡിഗ്രി നോർത്ത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അടുത്ത വരുന്നത് മധ്യരേഖ, അതായത് 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ്. മധ്യരേഖ എന്താണ്? ന്യൂനമർദ്ദ മേഖല. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അതായത് ഇവിടെ ഉച്ചമർദ്ദം, താഴെ ന്യൂനമർദ്ദം, ഇവിടെ ഉച്ചമർദ്ദം, ഇവിടെ ന്യൂനമർദ്ദം. ഇനി അടുത്ത ഏതായിരിക്കും? ഉച്ചമർദ്ദമായിരിക്കും. 30 ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. പക്ഷെ ഇവിടെ എന്താണ്? തെക്കാണ്. 30 ഡിഗ്രി തെക്കാണ്. അടുത്തത് എന്താണ്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. അടുത്ത ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. പഠിക്കുക. ഏറ്റവും മുകളില് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, തൊട്ട് താഴെ 60 ഡിഗ്രി എന്താണ്? വടക്കാണ് അല്ലെങ്കിൽ നോർത്താണ്. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല ഇത്. അടുത്ത വരുന്നത് ഇത് 30 ഡിഗ്രി വടക്കാണ്, തൊട്ട് മേല് അല്ലെ? വടക്കെന്ന് പറയാൻ മേല്, താഴെ തെക്ക്. 30 ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അടുത്തത് വീണ്ടും ന്യൂനമർദ്ദമാണ് വരണത്. മനസ്സിലായി? ഏറ്റവും മുകളിൽ ഉച്ചമർദ്ദം നിങ്ങൾ പഠിച്ചാലും മതി. ഈ തരംതിരിവ് പടം വരയ്ക്കെങ്കിൽ എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അപ്പൊ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അടുത്ത മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, പക്ഷെ 30 ഡിഗ്രി തെക്ക് സൗത്ത് ആണ്. ഇനി 60 ഡിഗ്രിയിൽ വരുന്നത് എന്താണ്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ഇത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. മനസ്സിലായല്ലോ? ഇവിടെ ഇതായിരിക്കും ഉച്ചമർദ്ദമായിരിക്കും. ഇങ്ങോട്ട് പോകുന്നതോറും മാറി മാറി വരും, ഇങ്ങോട്ട് പോകുന്നതോറും ഓപ്പോസിറ്റ് വരും. ഇത്രയും പഠിച്ചെങ്കിൽ ഈ ഫിഗർ ഓക്കെയാണ്. ഇതിൽ നമ്മൾ പഠിക്കാനുള്ള ഫസ്റ്റ് കാര്യം, ഈ ആഗോള മർദ്ദ മേഖലകൾക്ക് ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഘടകങ്ങൾ എന്ന് പഠിക്കണം. ഒന്നാമത്തെ സൂര്യപ്രകാശത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ. 2 ഭൂഗുരുത്വാകർഷണം. അടുത്തത് ഭൂമിയുടെ ഭ്രമണം. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ആഗോള മർദ്ദ മേഖലകൾ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നടുക്ക് കിടക്കുന്ന ഇതാണ് 0 ഡിഗ്രി മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇതെന്ന് പറയുന്നത് 5 ഡിഗ്രി തെക്ക് മുതൽ 5 ഡിഗ്രി വടക്ക് വരെ വ്യാപിച്ചു കിടക്കുന്നു. നടുക്കത്തെ പോയിന്റ് 0. ഇവിടെ 5 ഡിഗ്രി, ഇവിടെ 5 ഡിഗ്രി. അപ്പൊ ഈ 5 ഡിഗ്രി നോർത്ത് മുതൽ 5 ഡിഗ്രി സൗത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാഗമാണ് മർദ്ദരേഖ ന്യൂനമർദ്ദ മേഖല. ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനെ നിർവാത മേഖല എന്ന് പറയുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വർഷം മുഴുവൻ സൂര്യരശ്മി ലംബമായിട്ട്, സൂര്യരശ്മി എന്താണ്? ലംബമായിട്ട് ആണ് പതിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഭയങ്കര ചൂടായിരിക്കും. ആ ചൂട് കാരണം എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു, അവിടുത്തെ വായു വികസിക്കും, ആ വായു നേരെ പൊങ്ങി മുകളിലേക്ക് പോകുന്നു. അപ്പൊ ഇങ്ങനെ പൊങ്ങി പോകുന്നത് കൊണ്ട് അവിടെ എന്തായിരിക്കും? കാറ്റുകൾ ഒരിക്കലും അനുഭവപ്പെടാത്ത മേഖലയാണ്. അതുകൊണ്ടാണ് അവിടെ നിർവാത മേഖല എന്ന് പറയുന്നത്. ഈ നിർവാത മേഖലയ്ക്ക് മറ്റൊരു പ്രത്യേകത കൊണ്ട് ഇവിടെ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് ഇതുവഴി പായ്ക്കപ്പലുകൾ പണ്ട് കാലത്തെ കടന്നു പോകാൻ, ആ ഒരു രേഖ വഴി പായ്ക്കപ്പലുകളുടെ സമുദ്രത്തിലൂടെ കടന്നു പോകാൻ വളരെയധികം ഭയപ്പെട്ടിരുന്ന പ്രദേശമാണ്. കാറ്റുണ്ടെങ്കിലേ നീങ്ങുള്ളൂ. കാറ്റില്ല, പിന്നെ എങ്ങനെ നീങ്ങണത്? അതാണ് അവസ്ഥ. അവിടെ തന്നെ ചുറ്റിപ്പറ്റി കടന്നു പോകും. അതാണ് നിർവാത മേഖല എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഈ മേഖല കണ്ട, ഈ മേഖലയിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഈ ഖ ഉപയോഗിക്കേണ്ടത് ഇതാണ് ശരി, ഇത് തെറ്റാണ്. ഇത് മലയാളത്തിന്റെ മാർക്കിടുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത് നോക്കാം. ശ്രദ്ധിച്ചു പഠിച്ചോ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയിൽ നിന്നും 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും വരുന്ന അക്ഷാംശ ഭാഗങ്ങളെയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നറിയപ്പെടുന്നത്. അവിടെ ഈ ഉച്ചമർദ്ദം എവിടെ നിന്ന് വന്നു? നമ്മൾ മറ്റേതിൽ പഠിച്ചപ്പോൾ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്നാണ് പഠിച്ചത്. ഇവിടെ നമ്മൾ പറഞ്ഞു ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ട് കാറ്റ് ഉയർന്ന് എന്താണ്? അത് ഇങ്ങോട്ട് നീങ്ങി ഈ 30 ഡിഗ്രി നോർത്തും സൗത്തിലും എത്തി തണുത്ത് താഴോട്ട് വരുന്നു. താഴോട്ട് വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? വായുവിന്റെ അളവ് കൂടുന്നു. വായുവിന്റെ അളവ് അവിടെ ഉള്ളതിൽക്കാൾ കൂടുമ്പോഴത്തേക്ക് അവിടെ വായുവിന്റെ വ്യാപ്തം കൂടുന്നു. വ്യാപ്തം കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് കൂടുന്നു? സാന്ദ്രത കൂടുന്നു. വ്യാപ്തം കൂടുന്നു എന്നല്ല, സോറി, തെറ്റിപ്പോരുത്. വായുവിന്റെ അളവ് കൂടുന്നു. വായുവിന്റെ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ സാന്ദ്രത കൂടുന്നു. സാന്ദ്രത കൂടുമ്പോൾ പ്രഷർ കൂടുന്നു. അതുകൊണ്ടാണ് അവിടെ ഹൈ പ്രഷർ ഏരിയ, അതായത് ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല കാണപ്പെടുന്നത് ഭൂമധ്യരേഖയ്ക്ക് തെക്കും അതേപോലെ വടക്കും 30 ഡിഗ്രി അക്ഷാംശത്തിലാണ്. ഇവിടെ
എന്താണ് ഈ ഭൂമധ്യരേഖയിൽ നിന്ന് വായു ഉയർന്നു പൊങ്ങി അവിടെ പോയി ഘനീഭവിച്ച് താഴെ എത്തുന്നു. അവിടെ എന്താണ് ഏരിയ ഒരുപാട് എന്താണ് ഡെൻസിറ്റി കൂടുന്നു വായുവിന്റെ. സോ അവിടെ പ്രഷർ കൂടുന്നു. അവിടെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് കേട്ടാ. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് അവിടെ 30 ഡിഗ്രി നോർത്ത് അല്ലെങ്കിൽ ഉത്തരഗോളത്തിലെ 30 ഡിഗ്രി അക്ഷാംശ രേഖ അല്ലെങ്കിൽ 30 ഡിഗ്രി നോർത്ത് അക്ഷാംശ രേഖയെ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നു. എന്താണ് ഈ പ്രത്യേകത എന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് ആൾക്കാർ കപ്പലിൽ പോകുമ്പോൾ കുതിരകളെയും കൊണ്ടാണ് പോകുന്നത്. ഈ കുതിരകളെ ഈ 30 ഡിഗ്രി 30 ഡിഗ്രി നോർത്ത് അക്ഷാംശത്തിൽ എത്തുമ്പം അവിടെ അവർക്ക് കുതിരകളെയും കൊണ്ടുപോകുമ്പോൾ ഭാരം കൂടുതൽ അനുഭവപ്പെടുന്നതുകൊണ്ട് ഈ കുതിരകളെ ഇറക്കി വിടേണ്ട ഒരു അവസ്ഥ വരുന്നു. അപ്പൊ അന്ന് ഈ കുതിരകളെ ഇങ്ങനെ ഇറക്കി വിടുന്നതുകൊണ്ടാണ് ഈ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് ഇതിന് പേര് വന്നത്. മനസ്സിലായോ? അത്രേ ഉള്ളൂ, വേറെ ഒന്നും, ജസ്റ്റ് ഒരു തിയറി. അപ്പൊ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഏതെന്ന് ചോദിക്കും. 30 ഡിഗ്രി നോർത്ത് ആണോ 30 ഡിഗ്രി സൗത്ത് ആണോ എന്ന ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതേ എഴുതാവൂ, 30 ഡിഗ്രി നോർത്ത് ആണ് കേട്ടോ. രണ്ടും ഒരു ഏരിയ തന്നെ, പക്ഷെ ഇവിടെയാണ് നോർത്ത് വരുന്നത്, അവിടെയാണ് നോർത്ത് ലാറ്റിറ്റ്യൂഡാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. 30 ഡിഗ്രി മറന്നുപോലെ. ഇനി അടുത്ത മർദ്ദമേഖല നമുക്ക് പഠിക്കാം. ലാസ്റ്റ് ടോപ്പിക്ക് ആഗോള മർദ്ദ മേഖലകളിലെ ലാസ്റ്റ് ടോപ്പിക്ക് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയും അതേപോലെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയും. എന്താണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല? ഭൂമധ്യരേഖയിൽ നിന്ന് 60 ഡിഗ്രി നോർത്തും വടക്കും 60 ഡിഗ്രി തെക്കും സൗത്തും അനുഭവപ്പെടുന്ന അക്ഷാംശ രേഖകളിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ ആഗോള മർദ്ദ മേഖലയാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. എന്താണ് ഇവിടെ ന്യൂനമർദ്ദം വരുന്നതെന്ന് ചോദിച്ചാൽ, ഇത് വളരെ പോൾസിനോട് അടുത്ത് കിടക്കുന്നുണ്ട്, അവിടെ വളരെ തണുപ്പ് കൂടുതലായിരിക്കും. ഈ തണുപ്പ് കൂടുതലാണെങ്കിലും അവിടെ ഭൂമിയുടെ ഭ്രമണം, ഇമ്പോർട്ടന്റ് പോയിന്റ്, ഭൂമിയുടെ ഭ്രമണം മൂലം വായു ചുഴറ്റി എറിയപ്പെടും. അതുകൊണ്ടാണ് അവിടെ ലോ പ്രഷർ ഏരിയ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി ഈ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകളെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ബലമാണ് കോറിയോലസ് ബലം. അപ്പൊ അവിടെ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകൾ ഉണ്ടാവാൻ കാരണമാവുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഭൂമിയുടെ ഭ്രമണം, മറ്റൊന്ന് കോറിയോലസ് ബലം. ഇമ്പോർട്ടന്റ്. എന്താണ് കോറിയോലസ് ബലം എന്ന് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പഠിക്കും. കാറ്റ്. ഇനി അടുത്ത പഠിക്കാനുള്ള കാറ്റാണ്. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. 3 പോയിന്റേ ഉള്ളൂ. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത് ധ്രുവപ്രദേശത്താണ്, പോൾസിലാണ് അനുഭവപ്പെടുന്നത്. 90 ഡിഗ്രിയാണ്. താപം ഏറ്റവും കുറവുള്ള ഏരിയയാണ്. അവിടെ സൂര്യപ്രകാശം ഒന്നും വലുതായിട്ട് എത്താറില്ല. അതുകൊണ്ട് തന്നെ വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശമാണ്. ഇത് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയണ്ടല്ലോ. ഓക്കെ, അടുത്തത് കാറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കാറ്റിനെ കുറിച്ചുള്ള പഠനം അനിമോളജി. പഴയ PYQ വേണമെങ്കിൽ ഇപ്പോഴും ചോദിക്കാം. കാറ്റ് എപ്പോഴും ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്ക് പോകുന്നു. കാറ്റിന്റെ ലംബ ദിശയിലുള്ള സഞ്ചാരം വായുപ്രവാഹം എന്നറിയപ്പെടുന്നു. കാറ്റിന്റെ ലംബ ദിശയിലുള്ള സഞ്ചാരം, ഇത് ലംബമാണോ? അല്ലല്ല, തിരശ്ചീനോ ആയിട്ട് പോകുന്നതാണ് അല്ലെ, അത് ലംബമല്ല. കാരണം ഭൂമി ഇങ്ങനെയാണ് കിടക്കുന്നത് അല്ലെ, ഈ പ്രതലത്തിൽ നിന്ന് ഇങ്ങനെയാണ് പോകുന്നത്, അത് ലംബമല്ല. പക്ഷെ ഇങ്ങനെ പോകുന്നത് ലംബമാണ്. അത് എപ്പോഴാണ് നമ്മൾ പഠിച്ചു? ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാൽ വായു മുകളിലേക്ക് പൊങ്ങി പോകും നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ അത് ആ ഒരു ദിശയാണ്, ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന ദിശയാണ് വായുപ്രവാഹം എന്ന് പറയുന്നത്. ആ ദിശയിൽ സഞ്ചരിക്കുന്നത്, ലംബമായിട്ട് കാറ്റ് സഞ്ചരിക്കുമ്പോഴാണ് അവിടെ വായുപ്രവാഹം എന്നറിയപ്പെടുന്നത്. ദിശാ വ്യതിയാനം. ഈ കാറ്റിന് ദിശാ വ്യതിയാനം ഉണ്ടാകുന്നതിന് ഒരൊറ്റ കാരണമാണ് ഒറ്റ പ്രധാനപ്പെട്ട കാരണമാണ് ഭ്രമണം. കാറ്റിന് പേര് നൽകുന്ന രീതി. കാറ്റ് എവിടെ നിന്നാണോ വരുന്നത് അതനുസരിച്ചാണ് പേര് നൽകുന്നത്. തെക്ക് നിന്ന് വരുന്ന കാറ്റ് തെക്കൻ കാറ്റ്, കിഴക്ക് നിന്ന് വരുന്ന കാറ്റ് കിഴക്കൻ കാറ്റ്, അങ്ങനെ എവിടെ നിന്ന് വരുന്നോ അവിടെ നിന്നാണ് പേര് കൊടുക്കുന്നത്. കാറ്റില് നീരാവി പൂരിതവുമുണ്ട്, നീരാവി രഹിതവുമുണ്ട്. പൂരിതവുമുണ്ട്, രഹിതവുമുണ്ട്. കടൽ കാറ്റുകൾ കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്നു, അത് നീരാവി പൂരിതമായിരിക്കും, നീരാവി ഉണ്ടായിരിക്കും. വരണ്ട പ്രദേശങ്ങളിൽ നിന്ന് വീശുന്ന കാറ്റുകളിൽ നീരാവി ഇല്ല, കാരണം അവിടെ എന്താണ്, ആർദ്രത കുറവല്ലേ, അതുകൊണ്ട്. അപ്പൊ വരണ്ട പ്രദേശങ്ങളിൽ നിന്ന് വീശുന്ന കാറ്റുകൾ എപ്പോഴും നീരാവി രഹിതമായ കാറ്റുകളായിരിക്കും. ഇമ്പോർട്ടന്റ് പോയിന്റ് ഒന്ന് പഠിച്ചു വെച്ചോണേ, കിട്ടും അത്. ഇനി അടുത്ത, കാറ്റിന്റെ ദിശയും വേഗതയും അളക്കുന്ന സാധനങ്ങൾ. കാറ്റിന്റെ ദിശ അളക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൽ. PYQ ആണ് ഇത് രണ്ടും. കാറ്റിന്റെ വേഗത അളക്കുന്നത് അനിമോമീറ്റർ ആണ്. അനിമോമീറ്റർ അളക്കുന്ന ഏകകം km/h ആണ്, അത് യൂണിറ്റ്. അതേപോലെ നോട്ട്സ് എന്ന് പറയപ്പെടുന്നു. അതിന് അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു യൂണിറ്റ് ആണ് നോട്ട്സ്. നോട്ട് KNOT. അപ്പം ദിശയാണെങ്കിൽ വിൻഡ് വെയിൽ,
വേഗതയാണെങ്കിൽ എന്താണ് അനിമോമീറ്റർ, അതിന്റെ യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ, അല്ലെന്നുണ്ടെങ്കിൽ നോട്ട്സ്. ഇനി ഈ ദിശയെയും വേഗതയും, കാറ്റിന്റെ ദിശയെയും വേഗതയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: ഒന്ന് മർദ്ദ ചരിവ് മാനബലം. അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. മർദ്ദ ചരിവ് മാനബലം, അതിന് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. മർദ്ദ ചരിവ് മാനബലം എന്താണെന്ന് ഇപ്പൊ പഠിക്കും. കോറിയോലസ് ബലം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കും. അടുത്തത് ഘർഷണം. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ കാറ്റ് വലുതായിട്ട് സ്പീഡിന് അടിക്കൂല. അപ്പൊ ദിശയെയും വേഗതയും ബാധിക്കുന്ന 3 ഘടകങ്ങളാണ്. ഇവിടെ നമ്മൾ ആൾറെഡി പഠിച്ചു. കാറ്റിന്റെ ദിശയുടെ വ്യതിയാനം വരാൻ ഒരു പ്രധാന കാരണം ഭ്രമണമാണ്. ഇത് കൂടാതെ ദിശയെയും വേഗതയും ഒരുപോലെ സ്വാധീനിക്കുന്നതാണ് ഒന്ന് മർദ്ദ ചരിവ് മാനബലം, പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്, അതേപോലെ കോറിയോലസ് ബലം, പിന്നെ ഘർഷണ ബലം. എന്താണ് മർദ്ദ ചരിവ് മാനബലം അല്ലെങ്കിൽ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്? പ്രഷർ എന്ന് പറയുന്നത് ഭൂമിയുടെ പല ഭാഗത്തും പല രീതിയിലായിരിക്കും മർദ്ദം അനുഭവപ്പെടുന്നത്. അപ്പൊ ഈ മർദ്ദത്തിലുള്ള വ്യത്യാസം അനുസരിച്ച് പറയപ്പെടുന്ന ഒരു കാര്യമാണ് ഈ മർദ്ദ ചരിവ് മാനബലം. മർദ്ദത്തിന്റെ ചരിവ്, പ്രഷർ വ്യത്യാസം, മർദ്ദ വ്യത്യാസം കൂടുതലാണെങ്കിൽ ചരിവ് കൂടുതലായിരിക്കും. മർദ്ദ വ്യത്യാസം കുറവാണെങ്കിൽ ചരിവ് കുറവായിരിക്കും. അതാണ് പഠിക്കേണ്ടത്. മർദ്ദ വ്യത്യാസം കൂടുതലാണെങ്കിൽ ചരിവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. മർദ്ദ വ്യത്യാസം കുറവാണെങ്കിൽ ചരിവ് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. ഐസോബാറിന്റെ കാര്യത്തിൽ, അതായത് സമമർദ്ദ, ഇത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ഏരിയയാണ് കേട്ടോ. ഐസോബാർ അല്ലെങ്കിൽ സമമർദ്ദ രേഖകളുടെ കാര്യത്തിൽ ഈ സമമർദ്ദ രേഖകൾ അടുത്തടുത്ത് വരികയാണെങ്കിൽ ചരിവ് കൂടുതലായിരിക്കും. സമമർദ്ദ രേഖകൾ ദൂരെ അകലം പ്രാപിച്ച് കാണപ്പെടുകയാണെങ്കിൽ അതിൽ ചരിവ് കുറവായിരിക്കും. നമ്മളിവിടെ പഠിച്ചത് എന്താണ്, കാറ്റിന്റെ ദിശയെയും വേഗതയും സ്വാധീനിക്കുന്ന ഒരു ഘടകങ്ങളിലൊന്നായ മർദ്ദ ചരിവ് മാനബലമാണ്, അതായത് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്. ഈ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ മർദ്ദം പല ഭാഗങ്ങളിലും പല രീതിയിലായിരിക്കും. ഈ പ്രഷറിന്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട്, മർദ്ദ വ്യതിയാനം കൊണ്ട് അവിടെ ഈ ബലം, മർദ്ദ ചരിവ് മാനബലത്തിന്റെ ആ ഒരു ചരിവ് നിശ്ചയിക്കുന്നത് മർദ്ദ വ്യത്യാസം കൂടുതലുള്ള ഭാഗങ്ങളിൽ ചരിവ് കൂടുതലായിരിക്കും. മർദ്ദ വ്യത്യാസം കുറവുള്ള ഭാഗങ്ങളിൽ ചരിവ് കുറവായിരിക്കും. ഇനി ഐസോബാറിന്റെ കാര്യത്തിൽ, സമമർദ്ദ രേഖകളുടെ കാര്യത്തിൽ, രേഖകൾ അടുപ്പിച്ചടുപ്പിച്ച് കാണപ്പെടുന്ന പ്രദേശങ്ങളിൽ ചരിവ് കൂടുതലായിരിക്കും. അകന്നകന്ന് കാണപ്പെടുന്ന പ്രദേശങ്ങളിൽ ചരിവ് കുറവായിരിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് കൊറിയോലസ് ബലങ്ങളെ കുറിച്ച് പഠിക്കാം. ഈ ഒരു പാർട്ട്, ഈ ഐസോബാറിന്റെയും ഈ ചരിവ് ബലത്തെ കുറിച്ച് ഞാൻ ഒരു ഷോർട്സ് വീഡിയോ ഇതിന്റെ തൊട്ട് താഴത്തെ ഫസ്റ്റ് കമന്റ് പിൻ ചെയ്തിട്ടേക്കും. അത് തീർച്ചയായിട്ടും കണ്ടുപോകണേ. അതിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ വരുന്ന ഒരു വീഡിയോ ആയിരിക്കും. അവിടെ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഘർഷണവും കൊറിയോലസ് ബലവും കൂടെയാണ്. ഈ രണ്ട് ബാക്കി ഘടകങ്ങൾ, ദിശയും വേഗതയും സ്വാധീനിക്കുന്ന രണ്ട് ബാക്കി ബലങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ്. ഒന്ന് ഘർഷണം. ഇത് സിമ്പിൾ ആണ്. ഘർഷണം എന്ന് പറഞ്ഞാൽ ഇത് കാറ്റ് കടന്നു പോകുമ്പോൾ എന്തെങ്കിലും മറ്റ് വസ്തുക്കൾ തട്ടാനൊന്നും ഇല്ലെങ്കിൽ അത് ഭയങ്കര സ്പീഡിൽ കടന്നു പോകും. എക്സാമ്പിൾ, സമുദ്ര ഉപരിതലത്തിൽ ഹൈ സ്പീഡിൽ കടന്നു പോകും. എന്നാൽ കാട്, ദുർഘടമായ ഭൂപ്രകൃതി, മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് പോകുമ്പോൾ ഒരുപാട് സാധനങ്ങളിലേക്ക് കയറി തട്ടിയാണ് പോകുന്നത്. സോ അതോട് അവിടെ സ്പീഡ് കുറവായിരിക്കും. ഇനി കൊറിയോലസ് ബലം എന്താണെന്നാണ് പഠിക്കേണ്ടത്. ഭൂമിയുടെ ഭ്രമണം മൂലം, ഇമ്പോർട്ടന്റ്, എപ്പോഴും നമ്മൾ പഠിക്കുന്ന ടൈമാണ് ഭ്രമണം. ഭൂമിയുടെ ഭ്രമണം മൂലം ഭൂമധ്യരേഖയ്ക്ക് ഉത്തരാർദ്ധഗോളത്തിൽ, മുകളിലുള്ള ഭാഗം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റിന് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും ചരിവ്, ദിശാവ്യതിയാനം അനുഭവപ്പെടുന്നു. ഇതാണ് കൊറിയോലസ് ബലം. കൊറിയോലസ് ബലം കണ്ടുപിടിച്ചത് ഗുസ്താവ് ഡി കൊറിയോലസ് എന്ന ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ടാണ് കൊറിയോലസ് എന്ന പദം അവിടെ വന്നത്. അപ്പൊ കൊറിയോലസ് ബലം എന്തെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഭ്രമണം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചരിക്കുന്ന കാറ്റിന് വലത്തോട്ടും, മുകളിലോട്ട് പോകുന്നത് വലത്തോട്ട് പോകുന്നത് കണ്ട, ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചരിക്കുന്ന കാറ്റിന് ഇടത്തേക്കും, ഇങ്ങോട്ട് ഇങ്ങനെ പോകേണ്ടത് ഇങ്ങനെ പോകുന്നു, ദിശാവ്യതിയാനം അനുഭവപ്പെടുന്നു. ഇതാണ് കൊറിയോലസ് ബലം. ഗുസ്താവ് ഡി കൊറിയോലസ് ആണ് ഇത് കണ്ടുപിടിച്ചത്. പിന്നെ വേറൊരാളും കൂടെ ഇതിനെ കുറിച്ച് ചിന്തിച്ച് പഠിച്ചിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം അമേരിക്കൻ ശാസ്ത്രജ്ഞനായ അഡ്മിറൽ ഫെറൽ എന്ന് പറയുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനും ഇതിനെക്കുറിച്ച് പഠിച്ചു. അയാൾ ആവിഷ്കരിച്ച നിയമങ്ങളാണ് ഫെറൽ നിയമങ്ങൾ. കാറ്റിനെ കുറിച്ച് ഫെറൽ നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ കാറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാറ്റിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ കൊറിയോലസ് ബലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാണ്, ഈ ഉത്തരാർദ്ധഗോളത്തിൽ മുകളിലോട്ട് പോകുമ്പം ഇങ്ങനെ പോകേണ്ട കാറ്റ് വലത്തോട്ട് തിരിവുണ്ടാവുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ താഴോട്ട് പോകുന്ന കാറ്റുകൾ, ഇങ്ങനെ പോകുന്ന കാറ്റുകൾ വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേ പോകുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു വ്യത്യാസം. മനസ്സിലായത്? അതായത് ഇത് വലതും ഇത് ഇടതെന്ന് വിചാരിക്കരുത്. മുകളിലോട്ടാകുമ്പോൾ വലത് ഇങ്ങോട്ടും, താഴോട്ടാകുമ്പോൾ വലത് ഇങ്ങോട്ട് പോകണം. പക്ഷെ ഈ കിടക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിലായതുകൊണ്ട് എപ്പോഴും വലതോട്ടായിരിക്കും വ്യതിയാനം. അതേപോലെ തന്നെ താഴെ നമ്മൾ ദക്ഷിണാർദ്ധഗോളത്തിലാകുമ്പോൾ ഇടതോട്ടായിരിക്കും വ്യതിയാനം. ഇങ്ങനെ പോണ കാറ്റ് ഇടതെന്ന് പറയുമ്പോൾ ഇടത് ഇങ്ങോട്ട് പോകും.
ഇനി താഴത്തെ കോളത്തിൽ തന്നെ ഇങ്ങനെ പോകുന്ന കാറ്റ് ഇങ്ങോട്ട് പോകൂല, കാരണം അത് വലതായി പോകും. ഇടതാകുമ്പോൾ ഇങ്ങോട്ട് പോകും. അതാണ് ഈ പോണത് ഇങ്ങോട്ട് വരച്ചേക്കുന്നത്. ക്ലിയർ ആയല്ലേ? ഇനി അടുത്ത ഞാൻ അവിടെ ബ്രാക്കറ്റ് ഒരു ബോക്സിൽ കൊടുത്തേക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്, ചോദിക്കാം. ഇത്തിരി ഭയങ്കര ടഫാണ് ഇട്ടാണ് എല്ലാവരും കാണുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ, പഠിച്ചാൽ എളുപ്പമാണത്. പോൾസിന്ന് ധ്രുവപ്രദേശത്ത് നിന്ന് ഭൂമധ്യരേഖയിലേക്ക് വരുമ്പോഴത്തേക്ക് കോറിയോളസ് ബലം കുറഞ്ഞുകൊണ്ടേയിരിക്കും. നടുക്കെത്തുമ്പോൾ പൂജ്യമാവും. പൂജ്യമാവുമ്പോഴുള്ള പ്രത്യേകത, കൊറിയോലസ് ബലം ധ്രുവപ്രദേശത്ത് കൂടുതലും നടുക്ക് വരുമ്പോൾ കുറവുമായിരിക്കും. നടുക്ക് അവസാനം പൂജ്യമാവുമ്പോൾ അവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സമമർദ്ദ രേഖകൾക്ക് ഐസോബാറിന് പെർപെൻഡിക്കുലറായിട്ട് കാറ്റ് വീശുന്നു. ഓക്കെ. അതേപോലെ പ്രഷർ ഗ്രേഡിയന്റ് നമ്മളെ മർദ്ദ ചരിവ് മാനത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഈ കൊറിയോലസ് ബലം അനുഭവപ്പെടുന്നത്. രണ്ട് കാര്യങ്ങളിൽ പെർപെൻഡിക്കുലർ ആണ്. ഒന്ന് മർദ്ദ ചരിവ് മാനത്തിനും പിന്നെ ഐസോബാറിന്റെ സമമർദ്ദ രേഖകളുടെയും കാര്യത്തിൽ. ഇത്രയും പഠിച്ചു, വേറെ ഒന്നുമില്ല. ഇനി ഇവിടെ ഇത് കൊറിയോലസ് ബലം പൂജ്യമാവുന്നതുകൊണ്ടാണ് ഈ മധ്യഭാഗത്തൊന്നും ചുഴലിക്കാറ്റ് അനുഭവപ്പെടാത്തത്. ആ ഒരു കാര്യം കൂടെ പഠിച്ചു വെച്ചോണം. മധ്യരേഖാ ഭാഗത്ത് ചുഴലിക്കാറ്റ് അനുഭവപ്പെടാതിരിക്കാൻ കാരണം കൊറിയോലസ് ബലം അവിടെ പൂജ്യമാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. പഠിച്ചു വെച്ചോ. ഈ ഒരു പോയിന്റ് വേറെ ഒന്നും ചിന്തിക്കണ്ട, ഇതൊന്നും പഠിച്ചു വെച്ചാൽ അത് ചോദിക്കും. ഓക്കെ. അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ വേണമെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് ഇനി പഠിക്കാനുള്ള കാറ്റ് മർദ്ദവും തമ്മിലുള്ള ഒരു വിശകലനമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ടെസ്റ്റിന്റെ അൾട്ടിമേറ്റ് ആണ് കേട്ടോ. +2 വരെയുള്ള അൾട്ടിമേറ്റ് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇതപ്പുറം ഇനി ഒന്നും ചോദിക്കൂല. ഭൂവിക്ഷേപ വാദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, അതിന്റെയൊക്കെ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും പഠിക്കേണ്ട, ഒരൊറ്റ പോയിന്റ് ചോദിക്കുള്ളൂ. ഭൂവിക്ഷേപ വാദങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ സമമർദ്ദ രേഖകൾ അല്ലെങ്കിൽ ഐസോബാറുകൾ അതിന് സമാന്തരമായി വീശുന്ന കാറ്റുകളെയാണ് ഭൂവിക്ഷേപ വാദങ്ങൾ എന്ന് പറയുന്നത്. മതി, ഇത് മാത്രം മതി. ഭൂവിക്ഷേപ വാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഐസോബാറിന് സമാന്തരമായി വീശുന്ന കാറ്റുകൾ. ഐസോബാർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരേ മർദ്ദം അനുഭവപ്പെടുന്ന ഏരിയകളെ ചേർത്ത് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ അല്ലേ? ഓക്കെ. ഇനി അടുത്ത 40,000 അടി ഉയരത്തിൽ 20 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലുള്ള അക്ഷാംശത്തിൽ വീശുന്ന കാറ്റിനെയാണ് ജെറ്റ് സ്ട്രീം എന്ന് വിളിക്കുന്നത്. ജെറ്റ് സ്ട്രീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40,000 അടി ഉയരത്തിൽ 20 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലുള്ള അക്ഷാംശത്തിൽ വീശുന്ന കാറ്റുകളെ ജെറ്റ് സ്ട്രീം എന്ന് വിളിക്കുന്നു. ജെറ്റ് സ്ട്രീം എന്ന് പറയുന്ന സാധനം പോകുന്നത് പടിഞ്ഞാറ് ടു കിഴക്കാണ്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഈ സാധനം വീശുന്നത്. ഒന്നുകൂടെ പറയാം, ജെറ്റ് സ്ട്രീം എന്ന് പറഞ്ഞാൽ 40,000 ഉയരത്തിൽ 20 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും അക്ഷാംശങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന കാറ്റാണ് ജെറ്റ് സ്ട്രീം എന്നറിയപ്പെടുന്നത്. അത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് വീശുന്നത്. ഇമ്പോർട്ടന്റ്. അടുത്തത് എന്താണ് ചക്രവാത ചംക്രമണവും പ്രതിചക്രവാത ചംക്രമണവും? പഠിക്കുക, തിരിഞ്ഞു പോകരുത്. ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മറ്റൊന്ന് മറന്നു പോകില്ല. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു പോയി, രണ്ടും ഞാൻ പറയാം, ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി, മറന്നു പോകില്ല. ലോ പ്രഷർ ചുറ്റും ഹൈ പ്രഷർ ഇങ്ങനെ വരണേന്ന് ചക്രവാത ചംക്രമണം. അതായത് ന്യൂനമർദ്ദത്തെ ചുറ്റി ഉച്ചമർദ്ദം വരുന്ന ആ ഒരു പ്രവണത അതിനെയാണ് ചക്രവാത ചംക്രമണം എന്ന് പറയുന്നത്. ചക്രവാത ചംക്രമണം എന്ന് പറഞ്ഞാൽ ന്യൂനമർദ്ദത്തെ ചുറ്റി ഉച്ചമർദ്ദം വരുന്നത്. ഇനി അടുത്തത് ഉച്ചമർദ്ദത്തെ ചുറ്റി ന്യൂനമർദ്ദം വരുമ്പോൾ പ്രതിചക്രവാതം. ചക്രവാതം എന്ന് പറഞ്ഞാൽ ന്യൂനമർദ്ദത്തെ ചുറ്റി ഉച്ചമർദ്ദം വരുന്നത് ചക്രവാതം. ഉച്ചമർദ്ദത്തെ ചുറ്റി ന്യൂനമർദ്ദം വരുന്നത് പ്രതിചക്രവാത ചംക്രമണം. ഓക്കെ. ഇനി പൊതു ചംക്രമണം എന്താണ്? അന്തരീക്ഷത്തിന്റെ പൊതു ചംക്രമണം എന്നൊരു സാധനം പഠിക്കാറുണ്ട്. നമുക്കറിയാം ഈ എന്താണ് ചംക്രമണ. ഓക്കെ, ബേസ് പറയാം. പൊതു ചംക്രമണം, അന്തരീക്ഷത്തിന്റെ പൊതു ചംക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഗോളവാദങ്ങളുടെ സഞ്ചാരക്രമത്തെയാണ് അന്തരീക്ഷത്തിന്റെ പൊതു ചംക്രമണം എന്ന് പറയുന്നത്. ഈ ആഗോളവാദങ്ങളുടെ സഞ്ചാരക്രമം അന്തരീക്ഷത്തിൽ പൊതു ചംക്രമണം എന്ന് പറയുന്ന ഒരു ആവിർഭാവം ഉണ്ടാക്കുകയും അതിനെ സംബന്ധിച്ച് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് സമുദ്രചലനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിനുള്ള ഏറ്റവും ബേസിക് കാര്യം അന്തരീക്ഷത്തിന്റെ പൊതു ചംക്രമണം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗോളവാദങ്ങളുടെ സഞ്ചാരക്രമത്തെയാണ് പറയുന്നത്. ആദ്യം നമുക്ക് അതിൽ പഠിക്കേണ്ട പോയിന്റ് ചംക്രമണ കോശങ്ങൾ എന്നാൽ എന്താണ്? ചംക്രമണ സെൽസ് അല്ലെങ്കിൽ ചംക്രമണ കോശങ്ങൾ. അതിന്റെ ഇംഗ്ലീഷ് വേണമെങ്കിൽ ഒന്ന് പറയാം. ചംക്രമണ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സെല്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സെൽ
ഓക്കെ. പൊതുചംക്രമണം എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിൽ ചംക്രമണ കോശം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് വീശുകയും അതേപോലെ താഴോട്ട് വീശുകയും ചെയ്യുന്ന ഈ ഒരു പ്രക്രിയയാണ് ചംക്രമണ കോശങ്ങൾ എന്ന് പറയുന്നത്. മുകളിലോട്ടും താഴോട്ടും വീശുന്ന പ്രക്രിയ. ഓക്കെ. ഇതിൽ ഉഷ്ണമേഖലയിൽ അനുഭവപ്പെടുന്ന ഈ ഒരു കാറ്റ് അറിയപ്പെടുന്നത് ഹാർഡിലി ചംക്രമണം സെൽസ് എന്നാണ്. അതായത് ഉഷ്ണമേഖലയിൽ കാറ്റ് രൂപപ്പെടുകയും അത് എങ്ങനെ മാറി വരുന്നു അതിനെ അടിസ്ഥാനമാക്കി പറയുന്ന ചംക്രമണ കോശങ്ങൾ അറിയപ്പെടുന്ന പേര് ഹാർഡിലി എന്നാണ്. ഹാർഡിലി ചംക്രമണ കോശങ്ങൾ. എങ്ങനെയാണ് നമ്മുടെ ഉഷ്ണമേഖല എന്ന് പറയുന്നത് നമ്മുടെ ഭൂമധ്യരേഖ പ്രദേശത്ത് സൂര്യരശ്മി എപ്പോഴും ലംബമായിട്ട് അനുഭവപ്പെടുകയും അവിടെ നിന്ന് വായു പ്രവഹിച്ച് മുകളിൽ പോയി ഇരുവശത്തേക്കും പോയി താഴ്ന്നു ഇറങ്ങുന്നു അല്ലെ. അപ്പൊ ഈ നമുക്ക് ശ്രദ്ധിക്കുക, ഭൂമധ്യരേഖയുടെ നടുക്ക് ഭാഗം ഇവിടെ സൂര്യരശ്മി ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുകയും വ്യാപ്തം കൂടി അതിന്റെ ഡെൻസിറ്റി കുറഞ്ഞ് പ്രഷർ കുറഞ്ഞ് പറന്ന് മുകളിൽ പോയി വീണ്ടും അത് സഞ്ചാരപാതയിൽ നിന്ന് വിഭജിച്ചത് ഇപ്പുറത്തോട്ടും പോയി ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിയ ഈ സാധനം, ഈ കാറ്റ് നേരെ താഴോട്ട് നടുക്കോട്ട് താഴേന്ന് മുകളിലോട്ടും മുകളിൽ നിന്ന് താഴോട്ടും അനുഭവപ്പെടുന്നു. ഇതാണ് ഉഷ്ണമേഖലയിൽ സംഭവിക്കുന്ന കാര്യം. ഉഷ്ണമേഖലയിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഒന്നും കൂടെ പറയാം. ഭൂമധ്യരേഖയിലെ പ്രദേശത്തെ കാറ്റ് അവിടെ ചൂട് കാരണം ഉയർന്നു പൊങ്ങി ഇങ്ങോട്ടും പോകും അല്ലെ. അത് ഇവിടെ താഴ്ന്നിറങ്ങി തിരിച്ച് സെന്ററിലോട്ട് വീശും. ഇതിനെയാണ് ഉഷ്ണമേഖലയിൽ അനുഭവപ്പെടുന്ന കാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇവിടെ ഉണ്ടാവുന്ന ചംക്രമണ കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ഹാർഡിലി ചംക്രമണ കോശങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് പശ്ചിമവാദം? പശ്ചിമവാദം എന്ന് പറഞ്ഞാൽ മധ്യരേഖയ്ക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അതായത് ഭൂമി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ധ്രുവപ്രദേശത്ത് ഉപധ്രുവീയ ഭാഗത്ത് അവിടെ നിന്നും ഈ ധ്രുവീയ ഭാഗത്തു നിന്നുള്ള കാറ്റ് ഇങ്ങോട്ട് വീശും. ഇതിനെയാണ് പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാവുന്ന ചംക്രമണ കോശമാണ് ഫെറൽ സെല്ല്. ഒന്നുകൂടെ പറയാം, എന്താണ് ഓരോ മേഖലകളും അവിടെ ഉണ്ടാകുന്ന വാദങ്ങളും അതേപോലെ അവിടെ ഉണ്ടാകുന്ന ചംക്രമണ കോശങ്ങളുടെ പേരുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഉഷ്ണമേഖലയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞ് ഇവിടെ നിന്ന് മധ്യരേഖയിൽ നിന്ന് ഇങ്ങോട്ടും വായു പ്രവഹിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടും കാറ്റ് വരുന്നു. അവിടെ ഉണ്ടാകുന്ന ചംക്രമണ കോശത്തിന്റെ പേര് ഹാർഡിലി സെല്ല് എന്നാണ്. ഹാർഡിലി കോശം. പശ്ചിമവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മുകളിലുള്ള ഉപോഷ്ണ മേഖലയിൽ നിന്ന് മുകളിലുള്ള ഭാഗത്തു നിന്ന് കാറ്റ് വീശി, അതിനെയാണ് ഫെറൽ സെല്ല് എന്ന് പറയുന്നത്. ഇനി ധ്രുവീയ പ്രദേശത്ത് നിന്ന് കാറ്റ് വീശും, അതിനെയാണ് ധ്രുവീയ പൂർവവാദം എന്ന് പറയുന്നത്. ധ്രുവീയ പൂർവവാദം. നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ വളരെ ലെവല് കൂടിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഭൂമി